ഈ കേരളം ആര് ഭരിക്കും എന്നുള്ളതിനപ്പുറം കേരളത്തിൽ BJP എത്ര സീറ്റ് നേടുമെന്നുള്ളതാണ് പലർക്കും അറിയേണ്ട കാര്യം. അത് ഇപ്പൊ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അങ്ങനെ ഒരു കാത്തിരിപ്പായിരുന്നു. ഇപ്പോഴും അതിൻ്റെ ഒരു കാത്തിരിപ്പുണ്ട്. എല്ലാവരും ചോദിക്കുന്നത് LDF ആണോ വരുന്നത്, UDF ആണോ വരുന്നത്, അതല്ല ചോദിക്കുന്നത്. ഇപ്പോൾ BJP സീറ്റ് പിടിക്കും, BJP എത്ര പിടിക്കും? BJPക്ക് ഇത്തവണ സീറ്റ് പിടിക്കും, ഉറപ്പാണ്. ഒരു 2 മുതൽ ഒരു 10 വരെ സീറ്റ് കിട്ടും. ഏറ്റവും താഴ്ന്ന 2 സീറ്റ്, കൂടിയാൽ 10 വരെ വന്ന വൻ വിജയമല്ലേ? അതെ. എങ്കിൽ നരേന്ദ്രമോദി എനിക്ക് തോന്നുന്നു വലിയ ആഘോഷം നടത്തും. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചപ്പോഴേ അദ്ദേഹമാണ് ഇന്ത്യ മുഴുവൻ അത് ആഘോഷിച്ചെന്ന്. പക്ഷേ ഇവിടെ വന്നിട്ട് ഒരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല. അങ്ങനെ ഒരു ആശ കൊടുത്തായിരുന്നു. ഈ 2 സീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം. തിരുവനന്തപുരം മുതൽ അങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ എവിടേക്ക് ആയിരിക്കും BJPയുടെ സാധ്യത എന്ന് പറയാം? ഏറ്റവും ഉറപ്പുള്ളത് നേമം സീറ്റാണ്. അത് ഉറപ്പാണ്. പിന്നെ രണ്ടാമത് കിട്ടാനുള്ളത് വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം. ഈ വട്ടിയൂർക്കാവ് എങ്ങനെയാ? വട്ടിയൂർക്കാവിൽ ഇപ്പൊ ശ്രീലേഖയാണ് മത്സരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷെ നടൻ കൃഷ്ണകുമാറിന്റെ പേരും നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പൊ പറയുന്നത് ആർക്കാണ് സാധ്യത കൂടുതൽ കാണുന്നത്? ഇവർ 2 പേരില്ലേ നിന്ന് കഴിഞ്ഞാൽ ജയിക്കാൻ സാധ്യതയുള്ള ഇവരിൽ ആർക്കാണ് ജയിക്കാൻ സാധ്യത കൂടുതൽ? ഇവരായിരിക്കും, DJP ആയിരിക്കും. ആണോ? കൃഷ്ണകുമാറിന് വേറൊരു തരത്തിലുള്ള ഒരു ഇമേജ് ഇല്ലേ? സ്ത്രീകളുടെ ഇടയിലും ഒക്കെ ഒരു വലിയ ഒരു ചലച്ചിത്ര നടനും സീരിയൽ നടനും ഒക്കെ അല്ലേ? എന്നാലും സിറ്റി മണ്ഡലം അല്ലേ? അവിടെ ഈ സിനിമയുടെ ഗ്ലാമറൊന്നും അത്രയേക്കത്തില്ല. എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. മുഴുവൻ സിറ്റി മണ്ഡലം അല്ലേ, ഗ്രാമപ്രദേശം ഇല്ലല്ലോ. വട്ടിയൂർക്കാവ് എന്നൊക്കെ പറഞ്ഞാൽ തിരുവനന്തപുരത്തിന്റെ ഹാർട്ടാണ്. അതെ. വട്ടിയൂർക്കാവ് സാധ്യതയുണ്ട്, ഉറപ്പുവച്ച് പറയാൻ പറ്റത്തില്ല. കഴക്കൂട്ടം സാധ്യതയുണ്ട്, നിൽക്കുകയാണ്. പിന്നെ കാട്ടാക്കട സാധ്യതയുണ്ട്. തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം പോലും സാധ്യതയുണ്ട്. ഇപ്പൊ അത് മാറിയല്ലേ? എനിക്ക് തോന്നുന്നു അത് മാറിയത് കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി ധീവരസഭയുമായിട്ടൊരു വലിയ അല്ലേ, അതിലാണോ തീരദേശം മറിഞ്ഞത്? അത് തന്നെയല്ല, ഈ SIR-ൽ 40,000 വോട്ടോളം വെട്ടിയിട്ടുണ്ട്. തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് കുറഞ്ഞിരിക്കുന്നത്. അത് മിക്കവാറും LDF വോട്ടായിരിക്കുമല്ലോ, അല്ലാതെ വരത്തില്ല. പ്രതി LDF തന്നെയാണ്. ജയിക്കാൻ സാധ്യതയുണ്ട്, ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റത്തില്ല. അവിടെ ഈ 3 കൂട്ടർക്കും ഈക്വൽ പ്രോബബിലിറ്റിയാണ്. അതായത് UDF, LDF, പിന്നെ BJP. വട്ടിയൂർക്കാവ് വട്ടിയൂർക്കാവിലും അങ്ങനെ തന്നെയാണ്. മുരളീധരൻ നിൽക്കുന്നത് കൊണ്ടേ UDF-ന് സാധ്യതയുണ്ട് അവിടെ. UDF-ഉം ജയിക്കാം, LDF-ഉം ജയിക്കാം, BJP ജയിക്കാം. ഈക്വൽ ചാൻസ് ആണ് കാണുന്നത്. അതുകൊണ്ട് നമുക്ക് അവിടെ ഒരു പ്രവചനത്തിന് അതീതമാണ്. ഈ വർക്കല, ആറ്റിങ്ങൽ, ചിറയിൻകീഴൊക്കെ എങ്ങനെയാണ് BJPക്ക് സാധ്യത വരുന്നത്? അവിടെ ഒന്നും ത്രികോണ മത്സരം, ഈ ആറ്റിങ്ങല് ത്രികോണ മത്സരം വന്നേക്കും, ജയിക്കത്തില്ല. വർക്കലയിൽ LDF ജയിക്കത്തുള്ളൂ, ആറ്റിങ്ങലും LDF ജയിക്കും. അല്ല, ചിറയിൻകീഴ് UDF ജയിക്കും, ചെറിയൊരു അഡ്ജുണ്ട്. അല്ല, BJPക്ക് അവിടെ BJPക്ക് ഒരു 30,000 വോട്ടൊക്കെ കിട്ടും. ജയിക്കാൻ എളുപ്പമല്ല. ഇനിയിപ്പോ നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ അങ്ങോട്ട് വിട്ടുകഴിഞ്ഞാൽ ഈ കാട്ടാക്കട നമ്മൾ പറഞ്ഞല്ലോ. കാട്ടാക്കടയൊക്കെ ജയിക്കാൻ സാധ്യതയുണ്ട്. കാട്ടാക്കട ലോക്സഭാ തെരഞ്ഞെടുപ്പില് 1ാം സ്ഥാനത്തെത്തി. അതുകൊണ്ടാണ് ജയിക്കുന്നത്, ജയിക്കാനുള്ള ചാൻസ് എന്ന് ഞാൻ പറയുന്നത്. പിന്നെ കൃഷ്ണദാസ് ഏറെക്കാലമായിട്ട് അവിടെ 2 or 3 ഇലക്ഷനായിട്ട് അവിടെ മത്സരിക്കുക. എനിക്ക് തോന്നുന്നു 3 തവണയായി. ഇനി 4ാമത്തെ ആയിരിക്കും. ഇനി ഇവിടെ നമ്മളങ്ങ് കൊല്ലം ജില്ലയിലോട്ട് കിടന്നാൽ കൊല്ലം ജില്ലയില് ചാത്തന്നൂര് മാത്രമായി. ചാത്തന്നൂരും കരുനാഗപ്പള്ളിയിലും ഒരു ത്രികോണ മത്സരം വരും. അവിടെ CR മഹേഷ് വലിയ പ്രകടനമാണല്ലോ. CR മഹേഷ് ജയിക്കത്തുള്ളൂ. ഞാൻ പറയാം, ഒരു 30,000-ന് മേലെ വോട്ട് BJPക്ക് കിട്ടും. CPIയുടെ പഴയ സീറ്റായിരുന്നല്ലേ? CPI ആണ് ഇതുവരെ ജയിച്ചോണ്ട്. നമ്മുടെ ദിവാകരൻ അവിടെ ജയിച്ചിട്ടുണ്ട്. 30 കൊല്ലമായിട്ട് അല്ല, ഇടയ്ക്ക് 2001 ഈ JSS ജയിച്ചു. അയാളുടെ പേരെന്താണ്? JS-ന്റെ രാജൻ ബാബു
അതെ 2001 ജയിച്ചിട്ടുണ്ട്. പിന്നെ പണ്ട് വിജയരാഘവനും പറഞ്ഞ് SRP ജയിച്ചിട്ടുണ്ട്. അല്ലാതെ അവിടെ കോൺഗ്രസ്സുകാർ ഇതുവരെ ജയിച്ചിട്ടില്ല. കൊല്ലത്ത് സാധ്യതയൊന്നുമില്ലല്ലേ? കൊല്ലം ടൗൺ മണ്ഡലത്തിലോ വോട്ട് കൂടുതൽ കിട്ടും കഴിഞ്ഞ തവണത്തേക്കാൾ. പക്ഷേ ജയത്തിന്റെ അടിപ്പത് 3ാം സ്ഥാനം തന്നെയായിരിക്കും ഇപ്പോഴും. ഇനിയിപ്പോ നമ്മൾ നേരെ പത്തനംതിട്ടയിലോട്ട് പോയാൽ, പത്തനംതിട്ടയിൽ ആറന്മുളയില് നല്ല ത്രികോണ മത്സരം. ആറന്മുളയും കോന്നിയും ത്രികോണ മത്സരം നടക്കുമായിരിക്കും. കോന്നിയിലെ ത്രികോണ മത്സരം വരില്ല. നല്ല വോട്ട് കിട്ടും കേട്ടോ. ഒരു 30,000 കിട്ടും. അടൂരും കിട്ടും. ഈ 30,000 വന്നാൽ തന്നെ അതൊരു ത്രികോണ മത്സരത്തിലേക്കല്ലേ? ത്രികോണ മത്സരം എന്ന് പറയാം എന്നേ ഉള്ളൂ. എന്നാലും ഈ 2ാം സ്ഥാനവും 3ാം സ്ഥാനവും തമ്മിൽ ഒത്തിരി വ്യത്യാസം കാണും. പത്തനംതിട്ടയിൽ നമുക്ക് നേരെ ആലപ്പുഴയിലേക്ക് പോയാല്, ആലപ്പുഴയിൽ പോയാൽ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച പാർലമെന്റ് മണ്ഡലമാണ്. ചിലപ്പോ കായംകുളം ജയിച്ചേനെ. മത്സരിക്കുന്നില്ലല്ലോ. അതിന് വേറൊരാൾ വരുമ്പോ അതിന്റെ ഇഫക്റ്റ് വരത്തില്ല. അല്ലെങ്കിൽ സാധ്യത ഉണ്ടായിരുന്നു. ഹരിപ്പാട് പോലും വലിയ മുന്നേറ്റം, നല്ല വോട്ടുണ്ട് BJPക്ക്. അപ്പൊ വിജയം ആലപ്പുഴ ജില്ലയിലൊന്നും ഒരിടത്ത് ഉറപ്പിക്കാൻ പറ്റുന്നില്ല. വിജയം ഉറപ്പിക്കാൻ വിജയിക്കത്തില്ലെന്ന് പറയാം. ആലപ്പുഴയിൽ നമുക്ക് പോയാൽ കോട്ടയത്തേക്ക് പോയാൽ, ആലപ്പുഴയിൽ വോട്ട് കൂടുതൽ കിട്ടുന്നത് മാവേലിക്കര, ചെങ്ങന്നൂര്. ചെങ്ങന്നൂർ നല്ല വോട്ട് കിട്ടും. 35,000 കിട്ടും. പക്ഷെ ജയത്തിൽ വരില്ല. ഇനി നമ്മള് കോട്ടയത്തേക്ക് പോയാൽ അവിടെയാണ് ഈ പൂഞ്ഞാറ് വരുന്നത്. പൂഞ്ഞാറിൽ VC ജോർജിന് വിജയ സാധ്യതയുണ്ട്. നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. കുറച്ചുകൂടെ കഴിഞ്ഞാൽ ചിലപ്പോൾ പറയാൻ പറ്റുമായിരിക്കും. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. സാധ്യത മാത്രമേ പറയാനൊക്കെ. എനിക്കൊന്ന് പാലയില് ഷോൺ ജോർജ് വിജയിച്ചില്ലെങ്കിൽ 2ാം സ്ഥാനത്ത് കയറി വരുമെന്ന് എനിക്ക് തോന്നുന്നു. അത് പറയാൻ പറ്റത്തില്ല. ജോസ് കെ മാണിയെ 3ാം സ്ഥാനമാക്കുമായിരിക്കും. അല്ല, അവിടെ ജോസ് കെ മാണിക്ക് സാധ്യതയുണ്ട്. ഉറപ്പ് പറയാൻ പറ്റില്ല. അവിടെ എനിക്ക് തോന്നുന്നത്, ഇപ്പോഴും തോന്നുന്നത് ജോസ് കെ മാണി UDF വരുമെന്ന് തന്നെയാണ്. ഇപ്പോഴും എനിക്ക് തോന്നുന്നത്. ഇനി എനിക്ക് തോന്നുന്നത് ജോസ് കെ മാണി മത്സരിക്കാതെ ജോസ് കെ മാണിയുടെ ഭാര്യ നിഷ ജോസിനെ മത്സരിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ കാര്യം, ഇയാളിപ്പോൾ രാജ്യസഭ MP ആണ്. ഈ പാർട്ടി പിളരുമ്പം അംഗീകാരത്തിന് MP ഒക്കെ നോക്കും. ഇയാൾ MLA ആയി പോയി കഴിഞ്ഞാൽ ഈ MP MLA കൂടെ ഒന്നിച്ചിരിക്കാൻ പറ്റത്തില്ല. വേറൊരാൾ MLA, ഇയാളുടെ ഭാര്യ MLA, ഇയാൾ MP ആണെങ്കിൽ ഈ രണ്ടിൻ്റെ ഇത് പ്രയോജനം കിട്ടും. പാർട്ടി പിളരുമെന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ ആ MP അല്ല, ഇപ്പൊ അങ്ങോട്ട് UDF പോവുകയാണെങ്കിൽ MP സ്ഥാനം കളഞ്ഞിട്ട് പോകണം. അങ്ങനെയൊന്നും ഇല്ലല്ലോ. അതിന്റെ ഒരു മര്യാദയുള്ളവരാണ് ഇവരൊക്കെ. അങ്ങനെയൊന്നും ചെയ്യത്തൊന്നുമില്ല. പല സാധ്യതകളാണ് ഉള്ളത്. ജോസ് കെ മാണി ഇലക്ഷൻ കഴിഞ്ഞ് NDA ചേർന്ന് കേന്ദ്രമന്ത്രിയാകാനുള്ള സാധ്യതയുണ്ട്. പല സാധ്യതകളിൽ ഒന്നാണ്. ജോസ് കെ മാണിയൊക്കെ NDA പോകുന്നൊന്നും അത്ര വിദൂരമൊന്നുമല്ല. സമീപ ഭാവിയിൽ തന്നെ നമുക്ക് കാണാം. പല സാധ്യതകളാണ്. ഏതെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാനില്ല. ഒന്നുകിൽ ഇലക്ഷന് മുമ്പ് UDF ചേരും. അതുകൊണ്ടാണ് ഈ ജോസഫ് ഗ്രൂപ്പായിട്ടുള്ള സീറ്റ് ഷെയറിങ് ഇവരിങ്ങനെ പതിയെ വെച്ചിരിക്കുന്നത്. അതൊക്കെ അമിത്ഷാ അതിന്റെ കരുക്കളൊക്കെ നീക്കിയിട്ടുണ്ട് അല്ലേ? ഇനിയിപ്പോ നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയാല്, എറണാകുളത്ത് പോയാൽ എനിക്ക് തോന്നുന്നു തൃപ്പൂണിത്തറ ഒരു നല്ല മത്സരം സാധ്യതയുണ്ട്. പിന്നെ തൃശ്ശൂരിൽ പോയി കഴിഞ്ഞാൽ തൃശ്ശൂർ സീറ്റിന് സാധ്യതയുണ്ട്. ഉറപ്പിച്ച് പറയാനൊക്കെ ഇല്ല. ഇരിങ്ങാലക്കുട സീറ്റ് സാധ്യതയുണ്ട്. പിന്നെ മണലൂർ സീറ്റ്, പിന്നെ നാട്ടിക, ഈ 4 സീറ്റിൽ സാധ്യതയാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട്. ഇനി നമ്മൾ തൃശ്ശൂരിൽ നിന്ന് നേരെ പാലക്കാടേക്ക് പോയി കഴിഞ്ഞാൽ പാലക്കാട് മണ്ഡലം, പാലക്കാട് ശോഭാ സുരേന്ദ്രൻ ജയിക്കും. മലമ്പുഴയിൽ ഒരു മത്സരം, മലമ്പുഴയില് ത്രികോണ മത്സരം വരും. ജയിക്കാൻ എളുപ്പമല്ല. പാലക്കാട് ജില്ലയിൽ നിന്ന് ഒരു സീറ്റ് ഉറപ്പിക്കാം. പിന്നീട് നമ്മൾ കോഴിക്കോട് സീറ്റ് ജയിക്കാൻ, കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലെ ഒരു 35,000 വോട്ടൊക്കെ കിട്ടാം. നല്ല പ്രകടനം കാഴ്ചവെക്കും. ജയത്തിന്റെ അറ്റത്ത്, ജയത്തിനരികിലെത്തുകയല്ല. കണ്ണൂരും കാസർഗോഡും കോഴിക്കോട് സീറ്റ് ഇവർക്ക് വോട്ട് കൂടുന്നത് കൊണ്ടാണ് കോൺഗ്രസ് അവിടെ തോക്കുന്നത്. അതെ.
കണ്ണൂരിലേക്ക് അതേ സാഹചര്യം മറ്റ് പലയിടങ്ങളിലും ശക്തമായ ത്രികോണ മത്സരം ഉണ്ടാകുന്നിടത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതെ, ഈ മണലൂരൊക്കെ കോൺഗ്രസ് നോക്കുന്നതിന്റെ കാര്യം അതാണ്. ഈ BJP വോട്ട് പിടിക്കുന്നു. അതെ, അല്ല, BJP വോട്ട് പിടിക്കുന്നിടത്തെല്ലാം CPM കയറിപ്പോയി കഴിഞ്ഞാൽ അല്ല, തിരിച്ചും സംഭവിക്കുന്നുണ്ട് ചിലയിടത്തൊക്കെ. ആണോ? ഈ ലോക്സഭ ഇലക്ഷനൊക്കെ അങ്ങനെയല്ലേ കണ്ടത്. ഇനിയിപ്പോ നമ്മള് കണ്ണൂരിലേക്കും കാസർഗോഡേക്കും, കണ്ണൂരിൽ നമുക്ക് BJPക്ക് സാധ്യതയുള്ള സീറ്റൊന്നും ഇല്ല. ത്രികോണ മത്സരം പോലും വരത്തില്ല. കാസർഗോഡ് 2 സീറ്റ് ത്രികോണ മത്സരം വരും. മഞ്ചേശ്വരവും കാസർഗോഡ്. മഞ്ചേശ്വരത്ത് വിജയ സാധ്യതയുണ്ട്. കാസർഗോഡ് ത്രികോണ മത്സരത്തിലേക്ക് കാസർഗോഡും മഞ്ചേശ്വരം രണ്ടും ത്രികോണ മത്സരമായിരിക്കും. ശക്തമായ ത്രികോണം. അതിൽ മഞ്ചേശ്വരം വിജയിച്ചെന്ന് വരാം, ഉറപ്പിച്ചു പറയാനൊക്കത്തില്ല. അപ്പൊ കേരളത്തിൽ BJP 2 മുതൽ 10 വരെ സീറ്റ് പ്രതീക്ഷിക്കാം. പിന്നെ ഒരു LDF വിരുദ്ധ തരംഗം അങ്ങ് ആഞ്ഞടിച്ചു കഴിഞ്ഞാല് UDFന്റെ സീറ്റും കൂടും, ചിലപ്പോൾ BJPയുടെ സീറ്റും കൂടാം. LDF വിരുദ്ധ തരംഗം ആഞ്ഞടിക്കണം. വിരുദ്ധ തരംഗം ആഞ്ഞടിച്ചാല് ഈ UDFന്റെ സീറ്റും ചിലപ്പോൾ 110 വരും. BJPയുടെ സീറ്റും ചിലപ്പോൾ ഈ 10 15 വരെയൊക്കെ ആയെന്ന് വരാം, മറ്റൊരു തീരെ പുറകോട്ട് പോയെങ്കിൽ. അല്ല, അതൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ BJP കേരളത്തിൽ പിടിയിട്ടാത്ത അവസ്ഥയിലെത്തും. അതിപ്പം നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മൾ ചുമ്മാ അങ്ങ് ഇരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നമുക്കിനി കുറച്ചുകൂടെ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിലേക്ക് കടന്നിട്ട് ഈ നോമിനേഷനൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഒരെണ്ണം, പിന്നെ ഇലക്ഷൻ ആകാറാകുമ്പോൾ 2 കൂടെ വേണമെങ്കിൽ കൊടുക്കാം. അതെ, ഓക്കെ. പിന്നെ വോട്ട് ഇലക്ഷൻ കഴിഞ്ഞ് വേണമെങ്കിൽ പിന്നെ അതിന്റെ സാധ്യതകൾ ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ. അതെ. കഴിഞ്ഞ തവണ ഏപ്രിൽ 6 വോട്ട് നടന്നിട്ട് വോട്ട് എണ്ണിയത് May 2 മറ്റോ. അതെ, ഒരു മറ്റുള്ളിടത്തും കൂടെ കഴിയാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തു. തവണ എനിക്ക് തോന്നുന്നത് ഏപ്രിൽ 20 ആകും ഇലക്ഷൻ വരുമ്പോ 20. ഞാനിപ്പോ പറഞ്ഞ 20, 21, 22 ഈ 3 തീയതിയിൽ ഒരെണ്ണത്തിൽ ഇലക്ഷൻ നടക്കും. അതെ, ഒരു May 5 മുമ്പ് വോട്ടെണ്ണുകയും ചെയ്യും. അപ്പോൾ നമുക്ക് അല്പം കൂടെ ഒന്ന് കാര്യങ്ങൾ നീങ്ങിയിട്ട് വീണ്ടും കാണാം. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.